അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL ആദ്യത്തെ മത്സരം വരാൻ പോവുകയാണ് അഗെയിൻസ്റ്റ് പഞ്ചാബ് FC. ഇന്ന് കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. നമ്മുടെ മാച്ച് പ്രിവ്യൂ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയെന്ന് പറയും, കുറച്ചധികം വൈകിപ്പോയി. സോറി. നമ്മൾ മറ്റ് കണ്ടൻസ് ഒക്കെ ഇട്ടിട്ട് ഇത് ഒരു ഗ്യാപ്പ് കിട്ടാതെ അങ്ങനെ പോയതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഫസ്റ്റ് മാച്ച് ആണല്ലോ, അപ്പം രണ്ട് ടീമുകളും എങ്ങനെ ഒരു മാച്ചിനെ അപ്രോച്ച് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു കംപ്ലീറ്റ്ലി ഐഡിയ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ മാച്ചസ് കണ്ടിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് രണ്ട് ടീമിനും പുതിയ പരിശീലകരാണ്. സോ കുറച്ച് പുതിയ പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇരുവരും ഡ്യൂറൻ കപ്പിൽ കളിച്ചു. ഡ്യൂറൻ കപ്പിൽ പരസ്പരം ഏറ്റുമുട്ടി. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനുശേഷവും രണ്ട് ഭാഗത്തും അഡീഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ഫസ്റ്റ് ചോയ്സ് കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ ചില അഡീഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്താണെങ്കിലും നമുക്ക് ഈ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ എങ്ങനെ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ബോത്ത് ടീംസ് ഒരു അപ്രോച്ച് നടത്തും, അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇരുവരുടെയും 11 എങ്ങനെ ആയിരിക്കും, അതിൻ്റെ റീസൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പഞ്ചാബ് FCയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചൊരു ഫിസിക്കൽ ഗെയിമിനും അല്ലെങ്കിൽ കുറച്ച് ഡിഫെൻസീവ് കോമ്പാക്റ്റ് ആയിട്ടൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഒരു മിഡ് ബ്ലോക്ക് ഒക്കെ ഉള്ള രീതിയിൽ കളിക്കാൻ, എന്നിട്ട് കൗണ്ടർ സിറ്റുവേഷൻസിൽ അടിക്കാൻ, ആ ഒരു ക്വിക്ക് ട്രാൻസിഷൻസ് നടത്തിയിട്ട് അടിക്കാനുള്ള പരിപാടി. അപ്പം അതിന് പറ്റിയിട്ടുള്ള പ്ലെയേഴ്സും ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. ഇപ്പം മിഡ്ഫീൽഡിൽ ഡിഫെൻസീവായിട്ട് കളിക്കുന്ന കൂടുതൽ മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിക്കുകയും അതുപോലെ വിങ്ങിൽ പെട്ടെന്ന് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു തന്ത്രം പയറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. ആ തരത്തിൽ മിഡ്ഫീൽഡേഴ്സിനെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഡ്യൂറൻ കപ്പിലൊക്കെ ആണെങ്കിലും ഈ ഒരു പഞ്ചാബിൻ്റെ കോച്ച് ചെയ്യുന്ന രീതിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്ലാനാണ് വരുന്നതെങ്കിൽ അതെങ്ങനെ ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ നമ്മളൊരു കംപ്ലീറ്റ്ലി അറ്റാക്കിങ്ങിലേക്ക് പോകുമോ, നമ്മൾ ഡ്യൂറൻ കപ്പിൽ ഇവർക്കെതിരെ കാണിച്ചൊരു അപ്രോച്ച് തന്നെ ആയിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ കൊച്ചി നടക്കാൻ പോകുന്ന മാച്ചാണ്. എപ്പോഴും പുതിയൊരു കോച്ചാണ് വരുന്നത്. ഫസ്റ്റ് മാച്ച് ജയിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കൂടി നോക്കുമ്പോൾ. പിന്നെ പഞ്ചാബ് FCയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഫസ്റ്റ് മാച്ചാണ് കൊച്ചി പോലത്തെ ഒരു സ്റ്റേഡിയത്തിൽ, ഇത്രയും ഫാൻ ബേസുള്ള സ്റ്റേഡിയത്തിൽ അവർക്ക് ഡ്രോ കിട്ടിയാൽ പോലും ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലോ ബ്ലോക്ക് ചെയ്ത് ആ രീതിയിൽ കളിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ KBSയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മാച്ച് കൊച്ചിയിൽ വിൻ ചെയ്ത് തന്നെ തുടങ്ങുക എന്ന് പറയുന്നത് അവരുടെ ഒരു പോസിറ്റീവ് ഒരു ഇത് കൂട്ടാനും അല്ലെങ്കിൽ അവരുടെ മെൻറ്റാലിറ്റി മുന്നോട്ട് നയിക്കാനും ഒക്കെ തീർച്ചയായിട്ടും സഹായിക്കുമെന്നുള്ളതാണ്. ഈ ഇരുവരുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം പഞ്ചാബ് FCയിലേക്ക് വരുമ്പോൾ ഒരു 4-3-3 ഫോർമേഷനിലൊരു ഗോൾ കീപ്പർ എന്ന നിലയിൽ രവികുമാറിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ സെൻറ്റർ ബാക്കിൽ ഇവാൻ നോവോസെലിച്ചും അതുപോലെ സുരേഷ് മീത്ത എന്നിവർ, റൈറ്റ് ബാക്കിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് എന്നീ 2 റോളുകളിലായിട്ട് അഭിഷേക് സിംഗ് ആൻഡ് നിതേഷ് ദർജി എന്നിവരെ. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും കളിക്കാൻ പോവുക നിഖിൽ പ്രഭു, ഫിലിപ്പ് ആൻഡ് വിനീത് റായ് എന്നിവരാണ്. ഈ 3 പേരെ നമുക്കറിയാം ഒരു ഇതിൽ ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് ഉള്ള മിഡ്ഫീൽഡേഴ്സാണ് ഇവരെന്നുള്ളത്. സോ അറ്റാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു വിങ്ങിൽ ഈ പറഞ്ഞ പോലെ വിദാലിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വിങ്ങിൽ സ്പീഡി ആയിട്ടുള്ള നിഹാലിനെയും ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ലൂക്കാ മാച്ചിനുമായിരിക്കും കളിക്കുക. അപ്പം ഇത് കളിച്ചുള്ള ഗുണം ഈ പറഞ്ഞ പോലെ ഒരു മിഡ് ബ്ലോക്ക് കളിക്കുമ്പോഴത്തേക്കും അതിന് തീർച്ചയായിട്ടും എഫക്റ്റീവാണ്. അതുപോലെ കൗണ്ടർ സിറ്റുവേഷൻ ആ ട്രാൻസിഷനിൽ ഈ പറഞ്ഞ പോലെ നിഹാലിനെ പോലത്തെ പ്ലെയർ വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയറാണ്, ഫിസിക്കലി ബെറ്റർ ആയിട്ടുള്ള പ്ലെയറാണ്. ലെഫ്റ്റിൽ ഈ പറഞ്ഞ പോലെ വിദാലാണെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ അത് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുന്ന പ്ലെയറാണ്. ഈവൻ ലൂക്കായുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം മിഡ്ഫീൽഡിൽ നിന്ന് അങ്ങനത്തെ പാസസ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ കൂടിയാണ് നിഖിൽ പ്രഭു എന്ന് പറയുന്നത്. ഇനി KBFCയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറഞ്ഞല്ലോ, ലൂണയുടെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. അദ്ദേഹം എന്തൊക്കെ ഇൽനെസ്സൊക്കെ ഉണ്ട്, ചിലപ്പം കളിക്കുമോ എന്നുള്ള ഡൗട്ട്ഫുൾ ഉണ്ട്, എനിക്കറിയത്തില്ല. സോ അതുകൊണ്ട് ഞാൻ 11 ഉൾപ്പെടുത്തുന്നില്ല തൽക്കാലം. അതുപോലെ തന്നെ ഹെസൂസും ഈ ഒരു മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പം കോച്ച് ഏത് തരത്തിലുള്ളൊരു ഫോർമേഷൻ ആയിരിക്കും എന്നുള്ള തരത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിലുള്ളതല്ല. അപ്പം ഒരു 4-3-3 ഫോർമേഷനിൽ തന്നെ ഗോൾ കീപ്പർ നിലയിൽ സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ മിലോസ് ആൻഡ് പ്രീതത്തിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റൈറ്റിൽ സന്ദീപ്, ലെഫ്റ്റിൽ ഐബാൻ. അതുപോലെ ലൂണ കളിക്കുന്നില്ലെങ്കിൽ കോയിഫിന് മിഡ്ഫീൽഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഈ മാച്ചിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതുപോലെ മറ്റ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ വിപിൻ ആൻഡ് ഡാനിഷിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കുറച്ച് പറഞ്ഞൊരു ഫിസിക്കൽ ഇതൊക്കെ കളിക്കണമെങ്കിൽ ചിലപ്പം ആ ഡാനിഷിനെ കോച്ച് പ്രിഫർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ നോവ, റൈറ്റിൽ ഐമൻ ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ പെപ്ര. ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ മറ്റ് ചേഞ്ചസ് ഒക്കെ വരാം. ഇപ്പം ഹെസൂസ് വരാം, ഇപ്പം ലൂണ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ വരാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇനി
ലൂണ ഫസ്റ്റ് 11-ൽ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ കൊയ്ഫോർ മിലോസ് ഇതിൽ ഒരാളെ കളിക്കുള്ളൂ, എന്നിട്ട് ഫ്രെഡി ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കും എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞാൽ ഇവർ ഈ മിഡ്ഫീൽഡൊക്കെ വളരെ കോമ്പാക്ട് ചെയ്ത് ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് വിങ് അറ്റാക്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ ഇപ്പം നോവോ ഒരു സൈഡിൽ ആ തരത്തിൽ കളിക്കും, റൈറ്റിലും അതേപോലെ അയ്മനെ കളിക്കാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അറ്റാക്കിങ് ഇത് ക്രിയേറ്റീവ് ചാൻസസ് അല്ലെങ്കിൽ ഗോൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഞാൻ പ്രഡിക്ഷൻ എന്ന നിലയിലൊന്നും പറയുന്നില്ല. എന്താണ് പ്രഡിക്ഷൻ എന്നുള്ളത് നിങ്ങൾ പറയുക. ഒരു വിജയിച്ച് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. അപ്പം മറ്റൊരു കാണിക്കാൻ ആള് ഷാൻ സനിയ.